അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, അപ്പോൾ നിങ്ങൾക്ക് മേജർ ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക? അതിന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾക്ക് എല്ലാ കൊല്ലവും ഈ സെയിലേഴ്സിന് മെഡിക്കൽ ഇവാലുവേഷൻ കഴിഞ്ഞിട്ട് അത് ക്ലിയർ ആയാൽ മാത്രമാണ് നമുക്ക് എന്തായാലും ഷിപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഷിപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ വാലിഡ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ നമ്മൾ മേജറായിട്ട് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവർ ഒരിക്കലും എന്താവില്ല, മെഡിക്കൽ ക്ലിയർ ആവില്ല, അവർക്ക് ഷിപ്പിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. അതിന് പുറമെ ഇനിയിപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല, നമുക്ക് ആക്സിഡൻറ്റുകൾ ഉണ്ടാവാം ഷിപ്പിൽ. അങ്ങനത്തെ കേസുകളൊക്കെ വരുമ്പോഴാണ് നമ്മൾ മെഡിക്കൽ ഇവാക്യുവേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ ഹെലികോപ്റ്ററിൽ നമ്മൾ അടുത്തുള്ള രാജ്യത്ത് ഏത് രാജ്യമാണോ ഉള്ളത് അവിടുന്ന് ഹെലികോപ്റ്റർ വന്നിട്ട് നമ്മളുടെ ഈ സ്ട്രക്ചറിൽ നമ്മൾ ഇവാക്യുവേറ്റ് ചെയ്തിട്ട് കൊണ്ടുപോകുന്നതാണ്. പക്ഷേ അതിലൊരു വലിയ പ്രശ്നമുണ്ട്. ഈ ഹെലികോപ്റ്ററിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതായത് ഹെലികോപ്റ്ററിന് വന്ന് പോവാ എന്നുള്ള ഒരു ഏരിയ അത് വളരെ ചെറുതാണ്. അപ്പോൾ നമ്മളെ ഷിപ്പ് ആയിരക്കണക്കിന് നോട്ടിക്കൽ മൈൽ അകലെയാണ് ഏറ്റവും അടുത്തുള്ള ലാൻഡ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഏരിയയിൽ ഹെലികോപ്റ്ററിന് വന്ന് നമ്മളെ പിക്ക് ചെയ്യാൻ പറ്റുന്ന ഏരിയയിൽ എത്തുന്നത് വരെ നമ്മൾ പേഷ്യൻറ്റിനെ ജീവനോടെ നിലനിർത്തുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനൊരു സിറ്റുവേഷനിൽ ഈ പേഷ്യൻറ്റിൻ്റെ ചാൻസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഷിപ്പിൽ ഇത്രയും ഫെസിലിറ്റീസൊക്കെ കൊടുക്കുന്നത്. ഈ മരുന്നുകളും എക്യുപ്മെൻറ്റ്സും ഓക്സിജനും എല്ലാ ഫെസിലിറ്റീസും കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്.